പെട്ടെന്നാണ് റൂമിനുള്ളിലേക്ക് ഡോക്ടർ എലിസബത്ത് കയറി വന്നത്. ബൈസ്റ്റാൻഡ് ബെഡിൽ നിന്നും ആയുഷ് വേഗം ചാടി എഴുന്നേറ്റു. ആയുഷിനൊരു പുഞ്ചിരി കൊടുത്തുകൊണ്ട് എലിസബത്ത് ബെഡിലേക്ക് നോക്കി. രണ്ടുപേർ ബെഡിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. ഇതാര്? അവർ ആശ്ചര്യത്തോടെ ആയുഷിന്റെ മുഖത്തേക്ക് നോക്കി. വേണുവേട്ടാ, ആയുഷ് വിളിച്ചു. കിടന്ന കിടപ്പിൽ തല ഉയർത്തി നോക്കിയപ്പോഴാണ് വേണു കഴുത്തിൽ സ്റ്റെതസ്കോപ്പും ഇട്ടുകൊണ്ട് മുന്നിൽ ഡോക്ടറെ കാണുന്നത്. അതോടെ അവൻ തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. ആയുഷിന്റെ വേണുവേട്ട എന്ന വിളിയിൽ എലിസബത്തിന്റെ മുഖത്ത് അത്ഭുതം നിറഞ്ഞു. അവർ ചുണ്ടിൽ പുഞ്ചിരിയുമായി വേണുവിനെ ആപാത ചൂടമൊന്ന് നോക്കി. അപ്പോ ഇതാണ് വേണുവേട്ടൻ. ആത്മകഥമായിരുന്നുവെങ്കിലും അത് അല്പം ഉച്ചത്തിലായിപ്പോയി. അതിന് നിനക്ക് വേണുവേട്ടനെ എങ്ങനെ അറിയാം? പിന്നിൽ നിന്നും കേട്ട ശബ്ദത്തിനുടമയെ അവൾ തിരിഞ്ഞു നോക്കി. അപ്പോൾ ആയുഷ് അവളുടെ തൊട്ടു പുറകിലുണ്ടായിരുന്നു. ഒരു നിമിഷം എന്തു പറയണമെന്നറിയാതെ അവൾ നിന്നു. ഒരു നുണ പറഞ്ഞാൽ അതിനെ ശരിയാക്കാൻ വീണ്ടും വീണ്ടും നുണ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്തിനാണ് താൻ വെറുതെ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്കറിയാം വേണുവേട്ടനെ, ഞാൻ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ, എലിസബത്ത് പറഞ്ഞു. ഡോക്ടർക്ക് തന്നെ അറിയുമെന്നറിഞ്ഞപ്പോൾ വേണുവിനും അത്ഭുതമായിരുന്നു. എങ്ങനെ അറിയും നീ വേണുവേട്ടനെ? ജൂലിയപ്പച്ചിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ? ജൂലിയെ എങ്ങനെ അറിയും? ഇത്തവണത്തെ ചോദ്യം വേണുവിൻ്റെതായിരുന്നു. ഞാനും നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു നിൽക്കുക. എലിസബത്തിന്റെ വാക്കുകൾ 3 പേരിലും ജിജ്ഞാസയുണർത്തി. അതേത് കുടുംബം? ആയുഷിന്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് അവൾ കണ്ണുകൾ അടച്ചു കാണിച്ചു. സാം ഇമ്മാനുവൽ, ഞങ്ങൾ നല്ല പരിചയത്തിലാണ്. വെറും പരിചയം? അവളുടെ മുഖത്തെ ഭാവങ്ങൾ ഓരോന്നും ഒപ്പിയെടുത്തുകൊണ്ട് ആയുഷ് ചോദിച്ചു. കുടുംബത്തിലേക്ക് വരാൻ ടിക്കറ്റ് എടുത്തു നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ഊഹിച്ചുകൂടെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്? ഞങ്ങൾ ലൈഫ് പാർട്ട്നേഴ്സ് ആകാൻ തീരുമാനിച്ചു. ആ വാർത്ത കേട്ടതും ആയുഷ് കൈകൾ കൂട്ടിയിടിച്ചു. ആഹാ, വെറുതെയല്ല ഞാൻ ഇന്നലെ ജോൺ അങ്കിളിനെ പരിചയപ്പെടുത്തിയപ്പോൾ നിന്റെ മുഖത്തുണ്ടായ പുഞ്ചിരി. അതിന്റെ അർത്ഥം ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്? ആയുഷ് ചിരിച്ചു. ആയുഷിന്റെ ചിരി മറ്റുള്ളവരിലേക്കും പകർന്നു. അല്ല, ഡോക്ടർ ഇപ്പോൾ വെറുതെ വന്നതാണോ? വേണു ചോദിച്ചപ്പോഴാണ് താനിപ്പോൾ വന്നത് എന്തിനാണെന്ന് എലിസബത്ത് ചിന്തിച്ചത്. ഞാൻ വെറുതെ OPയിലെ പരിശോധന കഴിഞ്ഞപ്പോൾ വെറുതെ ഇരിക്കുകയല്ലേ എന്ന് കരുതി ഇങ്ങോട്ടിറങ്ങിയതാ. എന്നാ പിന്നെ നീ ഇരിക്ക്, നമുക്ക് സംസാരിക്കാം. അവിടെ കിടക്കുന്ന സ്റ്റൂളിലേക്ക് കൈ ചൂണ്ടി ആയുഷ് പറഞ്ഞു. ഇരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് എലിസബത്തിന്റെ ഫോണിലേക്ക് കോൾ വന്നത്. കോൾ അറ്റൻഡ് ചെയ്തതും ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞവൾ ഫോൺ വെച്ചു. ഒരു അർജന്റ് കേസ് വന്നിട്ടുണ്ട്, ഞാൻ പിന്നെ വരാം. അതും പറഞ്ഞ് എലിസബത്ത് പെട്ടെന്ന് തന്നെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. ആഹാ, സാമിന് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നോ? എലിസബത്ത് പോയതും വേണു ആയുഷിന്റെ നേർക്ക് തിരിഞ്ഞു. എലിസബത്തിന്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അറിവ് എനിക്ക് ആദ്യമാണ്. എനിക്കറിയാം സാമിച്ചായന് ഒരു റിലേഷൻ ഉണ്ടെന്നും പേര് ലിസ എന്നാണെന്നും പിന്നെ ആള് ഡോക്ടറാണെന്നും. ഡോക്ടർ എലിസബത്താണ് ആ പുള്ളിയെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. നിന്നോട് സാം പറഞ്ഞതാണോ? ആയുഷ് അളകയോട് തിരക്കി. അപ്പച്ചിയും ഇച്ചായനും അടി കൂടുമ്പോഴെല്ലാം ലിസ എന്ന പേര് ഇടയിൽ കയറി വരാറുണ്ട്. പലതവണ കേട്ടപ്പോൾ സംശയം കൊണ്ട് ഞാൻ തിരക്കിയതാ ഈ ലിസ ആരാണെന്ന്. അന്നേരം അപ്പച്ചി സ്വകാര്യം പോലെ പറഞ്ഞതാണിതെല്ലാം. അവരെപ്പോഴും വഴക്ക് കൂടുമോ? വേണുവിന്റെ ചോദ്യം കേട്ടതും അളക അവന്റെ മുഖത്ത് നോക്കി ചിരിച്ചു. തമ്മിൽ കണ്ട അപ്പോ വഴക്ക. ആരും അവരുടെ വഴക്ക് തീർക്കാൻ പോവില്ല. അവരിൽ ആരെയെങ്കിലും മറ്റൊരാൾ വഴക്ക് പറഞ്ഞാ പിന്നെ രണ്ടുപേരും ഒന്നാവും. എന്നിട്ട് ആ വഴക്ക് പറഞ്ഞ ആളെ അവർ രണ്ടുപേരും ചേർന്ന് വഴക്ക് പറയും. അവരുടെ വഴക്കിനിടയിൽ പെട്ടുപോയാ എനിക്ക് നല്ല കഷ്ടപ്പാടാന്നേ. ആരുടെയെങ്കിലും പക്ഷം പറഞ്ഞാലും കുറ്റമാണ്, പറഞ്ഞില്ലെങ്കിലും കുറ്റമാണ്. ഈ അടുത്തിടെയായിട്ട് അവർ വഴക്ക് തുടങ്ങുമ്പോഴേക്കും എനിക്ക് തലവേദനയാണെന്ന് പറഞ്ഞ് ഞാൻ എസ്കേപ്പ് അടിക്കും. അളക ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തായാലും എനിക്ക് സന്തോഷം. വേണുവേട്ടന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ആയുഷ് ഉറക്കെ ചിരിച്ചു. വേണ്ടച്ചു, നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. കല്യാണം കഴിയട്ടെ, വേണു ആരാണെന്ന് നീ ശരിക്കും അറിയും. ആ, ഞാൻ അറിഞ്ഞിട്ട് എന്താ കാര്യം? വേണുവേട്ടൻ്റെ കൂടെ കഴിയുന്നത് ഞാനാണോ? ആയുഷിന്റെ കളിയാക്കിയതുപോലുള്ള മുഖഭാവം വേണുവിന് തീരെ പിടിക്കുന്നില്ല. അളകയാണെങ്കിൽ രണ്ടുപേരുടെയും വഴക്ക് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് മരുന്ന് വാങ്ങാനുള്ള സ്ലിപ്പുമായി ഒരു നേഴ്സ് വന്നത്. അതോടെ ആയുഷ് അതുമായി മരുന്ന് വാങ്ങാൻ പോയി. വേണുവേട്ടാ, ഒന്ന് അമ്മയെ വിളിച്ചു തരാമോ? എനിക്ക് സംസാരിക്കാനാ. ആയുഷ് പോയപ്പോൾ അളക വേണുവിനോട് പറഞ്ഞു. വേണു അല്പസമയം അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു. നന്നായി മോളെ, ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. ഞാനിപ്പോൾ വിളിച്ചു തരാം. ആമി ശരീരവും മനസ്സും ഒരുപോലെ ചുട്ടുപൊള്ളിയപ്പോൾ ഒന്ന് കുളിക്കാമെന്ന് കരുതി ബാത്റൂമിലെ ഷവറിന് കീഴിൽ നിന്നു. എത്ര നേരം നിന്നു എന്ന് അവൾക്ക് തന്നെ ഓർമ്മയില്ല. ശരീരം മൊത്തം തണുത്തെങ്കിലും മനസ്സിന്റെ പൊള്ളലിന് ഒട്ടും ശമനം കിട്ടിയില്ല.
അതിന് മഞ്ഞുവെള്ളം തലയിലൂടെ ഒഴുകിയാലും ഉള്ളിലെ നീറ്റൽ അങ്ങനെ തന്നെ നിൽക്കുമെന്ന് അവൾക്ക് അറിയായികയല്ല. ടർക്കി കൊണ്ട് നീളൻ തലമുടി പൊതിഞ്ഞ് ഒരു കോട്ടൺ ചുരിദാറുമിട്ട് ആമി മുറിയിലെത്തി. തലയിൽ കെട്ടിവെച്ച ടർക്കി അഴിച്ച് തല നന്നായി തോർത്തി. അതിനുശേഷം മുടിയൊന്ന് കുടഞ്ഞ് ബാക്കിലേക്കിട്ടു. പെട്ടെന്നാണ് മേശപ്പുറത്തിരുന്ന ഫോൺ ബെല്ലടിച്ചത്. മുടി കെട്ടു തീർക്കുന്നതിനിടെ അവളൊന്ന് ഫോണിലേക്ക് എത്തി നോക്കി. വേണുവാണല്ലോ. ഇവൻ എന്തിനാ ഇപ്പോൾ വിളിക്കുന്നത്? ഇന്നലെ വൈകുന്നേരം ഒരുപാട് സംസാരിച്ചതല്ലേ, വെറുതെയാവും വിളിക്കുന്നത്. അവിടെ ഇരുന്ന് അടിക്കട്ടെ. ആ റൗണ്ട് മുഴുവൻ ബെല്ലടിച്ചിട്ടും ആമി മനഃപൂർവ്വം ഫോൺ എടുത്തില്ല. അത്യാവശ്യമാണെങ്കിൽ ഇനിയും വിളിക്കുമല്ലോ, അപ്പോൾ എടുക്കാം. ഫോൺ നിശബ്ദമായതും അവൾ ചിന്തിച്ചു. അടുത്ത ബെൽ തുടങ്ങുന്ന നേരത്താണ് ഡോറിൽ തട്ടുന്ന ശബ്ദം ആമി കേട്ടത്. അത് ശ്രദ്ധിക്കാതെ അവൾ ഫോൺ എടുത്തു. എന്നാൽ ഡോർ തുറന്നകത്തേക്ക് കയറി വന്ന ഹോം നഴ്സിനെ കണ്ട് അവൾ ഒന്ന് പകച്ചു. എന്തേ മേഡം? അമ്മ മിണ്ടുന്നില്ല മേഡം. ഒന്നങ്ങോട്ട് വരുമോ? ഇന്ദിരാ മേഡം ബാത്റൂമിലാണ്. അതുകൊണ്ടാ ഞാൻ മേഡത്തിൻ്റെ അടുത്തേക്ക് വന്നത്. നിങ്ങൾ നടന്നോളൂ, ഞാനിതാ എത്തി. ആ സമയത്ത് ആമി വേണുവിൻ്റെ കോളിനെക്കുറിച്ച് മറന്നുപോയിരുന്നു. ആമി ഓടിച്ചെന്നതും ചലനമില്ലാതെ കിടക്കുന്ന അമ്മയെ കണ്ട് അവൾ ഭയചകിതയായി. അപ്പോഴേക്കും ഇന്ദിരയും ബഹളം കേട്ട് സർവൻസും ഓടിയെത്തി. അധികം താമസിയാതെ ലക്ഷ്മി അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. എന്നാൽ അവരെ പരിശോധിച്ച ഡോക്ടർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. കാരണം അവിടെ എത്തുന്നതിൻ്റെ 10 മിനിറ്റ് മുൻപ് ലക്ഷ്മി അമ്മ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞിരുന്നു. പലവട്ടം ഫോണിൽ വിളിച്ചിട്ടും ആമി ഫോൺ എടുക്കുന്നില്ലെന്ന് കണ്ടതും അളകയ്ക്കും അതുപോലെ തന്നെ വേണുവിനും കടുത്ത നിരാശയായി. ഞാൻ വീട്ടിലേക്ക് പോയിട്ട് അല്ലിയുടെ ഫോണിലേക്ക് വിളിക്കാം. അന്നേരം നീ ആമിയേട്ടത്തിയുടെ ഫോണിലേക്ക് വിളിച്ചാൽ മതി. വേണ്ട വേണുവേട്ടാ, അമ്മയ്ക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഞാൻ കാത്തിരുന്നോളാം, അമ്മയുടെ മനസ്സ് മാറുന്നതുവരെ. ഈ സമയത്താണ് ആയുഷ് ഓടിപ്പിടഞ്ഞ് റൂമിലെത്തിയത്. അവൻ്റെ വരവിൽ എന്തോ പന്തികേട് മണത്തു വേണു. അവൻ വേഗം ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റു. എന്താ അച്ചു? വേണുവേട്ടാ, എനിക്ക് ഉടനെ വീട്ടിൽ പോകണം. അങ്കിൾ ഉടനെത്തും. അതുവരെ വേണുവേട്ടൻ ഇവിടെ ഉണ്ടാവണം. നീ കാര്യം പറയച്ചു, മനുഷ്യനെ ടെൻഷൻ അടുപ്പിക്കാതെ. മേശപ്പുറത്തിരിക്കുന്ന ഫോൺ എടുത്ത് തിരിഞ്ഞതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് വേണുവിന് വല്ലാതെയായി. അവൻ്റെ മുഖഭാവം കണ്ട് അളകയും പരിഭ്രാന്തിയോടെ നോക്കുന്നുണ്ട്. മുത്തശ്ശി, എൻ്റെ മുത്തശ്ശി പോയി വേണുവേട്ടാ. ഇപ്പോൾ ഡ്രൈവർ ശേഖരേട്ടൻ വിളിച്ച് പറഞ്ഞതാ. അച്ചു, ഞാനും. വേണു പകുതിയിൽ നിർത്തി. അങ്കിൾ വന്നാലുടൻ വേണുവേട്ടൻ പോരെ? അതും പറഞ്ഞുകൊണ്ട് ആയുഷ് വേഗത്തിൽ പുറത്തേക്ക് പോയി. വേണുവേട്ടാ, മുത്തശ്ശി. ആയുഷ് പോയതും അവൾ വേണുവിൻ്റെ നേർക്ക് തിരിഞ്ഞു. മോളെ വിഷമിക്കണ്ട, മുത്തശ്ശിക്ക് ഒത്തിരി വയസ്സായില്ലേ. എന്നും നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന് വാശി പിടിക്കാൻ പറ്റുമോ? വിധിച്ചിടുന്ന കർമ്മങ്ങൾ ഒതുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹം ഒരിടത്ത് എന്ന് കേട്ടിട്ടില്ലേ? എത്ര ശരിയാണെന്നറിയോ അത്? ജ്ഞാനപ്പാനയിലെ വരികളാണ്. വായിച്ചിട്ടുണ്ടോ? അളക ഉണ്ടെന്ന അർത്ഥത്തിൽ തലചലിപ്പിച്ചു. നമുക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ കഴിഞ്ഞാൽ ഈ ഭൂമി വിട്ടുപോവുക തന്നെ വേണം. അതിലൊരു തർക്കവുമില്ല. വേണു പറയുന്ന വാക്കുകൾ അവളിൽ ആശ്വാസം നിറയ്ക്കുന്നുണ്ടെങ്കിലും കണ്ണുകൾ പെയ്തുകൊണ്ടേയിരുന്നു. കുറച്ചു നാളെ കൂടെ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും ആ സ്നേഹവും കരുതലും താൻ അനുഭവിച്ചറിഞ്ഞതാണ്. ഒത്തിരി വിഷമം വരുന്ന ഘട്ടത്തിൽ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് ആ മാറിലേക്ക് തല ചേർത്ത് താൻ കിടന്നിട്ടുണ്ട്. അന്നേരം മുത്തശ്ശി പകർന്നു തന്ന വാത്സല്യ ചൂടിൽ സർവ്വം മറന്ന് മയങ്ങിപ്പോയിട്ടുണ്ട്. നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി അവൾ വേണുവിനെ നോക്കി. എന്താ മോളെ? എന്നെ കൊണ്ടുപോയില്ലേ മുത്തശ്ശിയെ കാണാൻ? വരട്ടെ, നമുക്ക് ആലോചിക്കാം. ഇപ്പൊ വേണുവേട്ടൻ്റെ അല്ലേ കുട്ടി, കണ്ണടച്ചൊന്ന് കിടക്ക്. വേണുവേട്ടനെ അനുസരിച്ചില്ലെന്ന് വേണ്ട എന്ന് കരുതി അളക ബെഡിൽ കയറി മിഴികൾ അടച്ചു കിടന്നു. നിമിഷങ്ങൾ കഴിഞ്ഞു പോകവേ മുറിക്കുള്ളിലെ മൗനം അവളെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചു. കൃഷ്ണ ഗ്രൂപ്പ് എന്ന പ്രസ്ഥാനത്തിന്റെ നെടുംതൂണായിരുന്ന കൃഷ്ണവേദന്റെ സഹധർമ്മിണി ലക്ഷ്മിയാണ് മരണമടഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയമംഗലം തറവാടിന്റെ അകവും പുറവും ജനസമുദ്രമായിരുന്നു. അകലെ നിന്നും ആരും വരാനില്ലാത്തതിനാൽ വൈകുന്നേരം 4 മണിക്കാണ് ഫ്യൂണറൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. തറവാടിന്റെ തെക്കേ മുറ്റത്ത് ദഹിപ്പിക്കാനുള്ള വിറകെല്ലാം ഒതുക്കി വെച്ചു കഴിഞ്ഞു. അളകയെയും കൂട്ടിയാണ് വേണു ഹോസ്പിറ്റലിൽ നിന്നും എത്തിയത്. ജോണും ജൂലിയും സാമും എലിസബത്തും ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിയിട്ടുണ്ട്. പൂജയും കുടുംബവും കൂടാതെ സിഐ മഹേഷും ഭാര്യയും പിന്നെ ഗൗതമും, അങ്ങനെ വേണ്ടപ്പെട്ടവരെല്ലാം ഉണ്ട്. അളകയുടെ മിഴികൾ ആമിയിൽ തന്നെയായിരുന്നു. വെറും നിലത്ത് കാൽമുട്ടുകളിൽ തലയൊളിപ്പിച്ചിരിക്കുന്ന അമ്മയെ അവൾ വിങ്ങുന്ന ഹൃദയത്തോടെ നോക്കി നിന്നു. അമ്മയുടെ അടുത്ത് ചെന്നിരിക്കാനും അവരെ ആശ്വസിപ്പിക്കാനും അവൾ ആ നിമിഷം ആഗ്രഹിച്ചുവെങ്കിലും ആമിയുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നറിയാത്തതിനാൽ വേണ്ടെന്ന് വച്ചു. അളകയും ആൾക്കൂട്ടത്തിൽ ഒരാളായി ഹാളിലെ വെറും നിലത്തിരുന്നു. ഈ വീടിപ്പോഴും തനിക്ക് സ്വന്തമല്ലെന്നോർക്കുമ്പോൾ നെഞ്ചു പിടയുന്നൊരു വേദന. തൻ്റെ ജനനം ഇവിടെയായിരുന്നു വേണ്ടത്. ഈ മുറ്റത്തും തൊടിയിലും ഓടി നടക്കേണ്ടതായിരുന്നു തൻ്റെ ബാല്യം. എന്തിനു വേണ്ടിയായിരുന്നു തന്നെ ഇവിടെ നിന്നും പിഴുതെറിഞ്ഞു കളഞ്ഞത്?
ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞിട്ടും കുളത്തിലെ ചണ്ടി പോലെ ഇങ്ങോട്ട് തന്നെ അണഞ്ഞു. ഭിത്തിയിലേക്ക് തല ചേർത്ത് വച്ച് അവൾ മിഴികളടച്ചു. എത്ര നേരം അങ്ങനെ ഇരുന്നു എന്നറിയില്ല. അടുത്താരോ വന്നിരുന്നതറിഞ്ഞാണ് അവൾ കണ്ണുകൾ തുറന്നത്. അടുത്തിരിക്കുന്ന പൂജയെ കണ്ടതും അവളുടെ ചുണ്ടിൽ ഒരു വരണ്ട പുഞ്ചിരി തെളിഞ്ഞു. ഈ തണുപ്പിൽ ഇരുന്നതെന്തിനാ? റൂമിൽ പോയി കിടക്കായിരുന്നില്ലേ? പുതിയ വിശേഷമൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ. ഒത്തിരി സന്തോഷായി. പൂജയുടെ ആ വാക്കുകൾക്കും അവളുടെ മറുപടി വിഷാദം ചാലിച്ച പുഞ്ചിരിയായിരുന്നു. നിനക്കെന്താ ഒരു സന്തോഷവുമില്ലാത്തതെന്താ? എന്തു പറ്റി? എന്നോട് പറ. ശാപം കിട്ടിയ ജന്മമാണ് പൂജ എൻ്റേത്. സന്തോഷം എനിക്ക് വിധിച്ചിട്ടില്ല. അങ്ങനെ പറയരുത് നന്ദ. നീ ഏറ്റവും ഭാഗ്യമുള്ള കുട്ടിയാണെന്നേ ഞാൻ പറയൂ. ചില തടസ്സങ്ങളുണ്ടായാലും അതെല്ലാം അതിജീവിക്കാൻ നിനക്ക് കഴിയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് പൂജ അളകയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ആ സമയം ഒരത്താണി അവൾക്കും ആവശ്യമായിരുന്നു. ചടങ്ങുകൾ അവസാനിച്ചിട്ടും അതിഥികൾ പോയിട്ടും അവരിരുവരും ആ ഇരിപ്പ് തന്നെയിരുന്നു. ഒടുവിൽ ജോൺ വന്ന് വിളിച്ചപ്പോഴാണ് അവൾ മുഖമുയർത്തിയത്. മോളെ എഴുന്നേൽക്ക്, നമുക്ക് പോകാം. അളക ജോണിന്റെ മുഖത്തേക്ക് നോക്കി. നേരം കുറേയായി, വാ പോകാം. ജൂലിയും സാമും നമ്മളെ കാത്തു നിൽപ്പുണ്ട്. പപ്പാ, ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരാം. അതെന്തിനാ? അച്ചു പറഞ്ഞതാണ് ഞാൻ പോകുമ്പോൾ നിന്നെയും കൂടെ കൂട്ടാൻ. ഇവിടെ ആർക്കും നിന്നെ നോക്കാൻ നേരമുണ്ടാവില്ല മോളെ. ഇതൊരു മരണ വീടാണ്. അതുകൊണ്ട് നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനും കഴിയില്ല. അവൾ പതിയെ എഴുന്നേറ്റ് നിന്നു. ആയിക്കോട്ടെ, എന്നെ നോക്കാൻ ഞാൻ തന്നെ ധാരാളമല്ലേ, പിന്നെന്തിനാ വേറെ ഒരാള്? അളക ജോണിന്റെ തോളിലേക്ക് ചാഞ്ഞു. പ്ലീസ് പപ്പ, 2 ദിവസം, അത് കഴിഞ്ഞ് വരാൻ ഞാൻ. അവളെ കൂടുതലായി നിർബന്ധിക്കാനും അയാൾക്ക് കഴിഞ്ഞില്ല. ശരി ശരി, സമ്മതിച്ചു. നിന്നോടൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്നാലും പറയാ, മോള് നന്നായി ശ്രദ്ധിക്കണം. ഭക്ഷണം നന്നായി കഴിക്കണം. വേണ്ടെന്ന് തോന്നിയാലും കുറച്ചെങ്കിലും കഴിക്കണം. മകളിലുള്ള ഒരു അച്ഛൻ്റെ കരുതൽ ചെറുചിരിയോടെ നോക്കിക്കാണുകയാണ് പൂജ. അങ്കിൾ ടെൻഷൻ അടിക്കണ്ട, നന്ദയെ ഞാൻ നോക്കിക്കൊള്ളാം. അവൾക്കൊരു കുറവും ഇവിടെ ഉണ്ടാവില്ല. അങ്കിൾ ധൈര്യമായിട്ട് പൊയ്ക്കോ. പൂജയുടെ വാക്കുകൾ അയാൾക്കൊരാശ്വാസമായി. ശരി, പാപ്പ ഇറങ്ങാണ്. മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പാപ്പയെ വിളിച്ചാൽ മതി. ആ നിമിഷം പാപ്പ ഇവിടെ ഉണ്ടാവും. അളക സമ്മതം എന്ന അർത്ഥത്തിൽ തലയാട്ടി. ജോൺ പോയതും പൂജ അവളെ മുകളിലുള്ള ആയുഷിന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി. നന്ദ ഒന്ന് ഫ്രഷാവ്, അപ്പോഴേക്കും ഞാനും എൻ്റെ റൂമിൽ പോയി ഫ്രഷായി വരാം. അളകയെ വാഷ്റൂമിൽ കയറ്റിയതിനു ശേഷമാണ് പൂജ റൂമിൽ നിന്നും പോയത്. അളക കുളി കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും പൂജ തിരിച്ചെത്തിയിരുന്നു. വാ, നമുക്ക് താഴെ പോയി ഭക്ഷണം കഴിക്കാം. പൂജ അവളെയും കൂട്ടി താഴേക്ക് പോയി. ഭക്ഷണത്തിന്റെ മണം കേൾക്കുമ്പോഴേ വല്ലാതെ മനം പുരട്ടുന്നുണ്ടായിരുന്നു അളകയ്ക്ക്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമേ അവൾ കഴിച്ചുള്ളൂ. കഴിച്ചു കഴിഞ്ഞ് 2 പേരും ഹാളിൽ നിന്നും ഇറങ്ങി. അമ്മ എവിടെയാ പൂജ? ഇന്ദു ആൻറ്റിയാണോ? പൂജ ഒന്നും അറിയാത്ത പോലെ പറഞ്ഞു. അല്ല, എൻ്റെ അമ്മ, വേദാത്മിക എന്ന ആമി. അളകയുടെ സ്വരം ഉറച്ചതായിരുന്നു. ആഹാ, അപ്പോൾ നിങ്ങൾ ശരിക്കും അമ്മയും മോളും ആണോ? വേണ്ട പൂജ, കളിയാക്കണ്ട. എനിക്കറിയാം നിനക്കെല്ലാം അറിയാമെന്ന്. എല്ലാം എന്നോട് അച്ചുവേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനിനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ? പൂജ ചിരിച്ചു. ചിറ്റ റൂമിലുണ്ടാവും. എന്തേ? എനിക്ക് അമ്മയോട് കുറച്ചു നേരം തനിച്ച് സംസാരിക്കണം. പൂജ കുറച്ചു നേരം എന്നെ അമ്മയുടെ റൂമിൽ വിട്ടിട്ട് പോകുമോ? അതിനെന്താ നന്ദ, നീ ചെല്ല്. ഫ്രീ ആകുമ്പോൾ എൻ്റെ റൂമിലേക്ക് വാ, ഞാൻ അവിടെ ഉണ്ടാവും. അളകയുടെ പുറത്തൊന്ന് തട്ടി പൂജ തിരിഞ്ഞു നടന്നു. പൂജ പോയതും അളക ആമിയുടെ റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ബെഡിൽ ഭിത്തിക്ക് നേരെ ചെരിഞ്ഞു കിടന്ന് നല്ല ഉറക്കത്തിലായിരുന്നു ആമി. അളക പതിയെ ആമിയുടെ അരികിലേക്ക് കയറി കിടന്നു. പിന്നെ ഇടത് കരം കൊണ്ട് ആമിയുടെ വയറിൽ ചുറ്റിപ്പിടിച്ചു. ഇതൊന്നും അറിയാതെ ആമി നല്ല ഉറക്കത്തിലാണ്.